السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آله وصحبه أجمعين. أما بعد. ഏവർക്കും ഖുർആൻ വസന്തം എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായമായ സൂറത്തുൻ നിസായിലെ 33 വരെയുള്ള ആയത്തുകളാണ് നാം ഇന്നലെ വരെ പാരായണം ചെയ്യുകയും ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുകയും ചെയ്തത്. അല്ലാഹു തആല അതൊരു സ്വാലിഹായ അമലായിട്ട് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കണം. അതായത് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് 33-ാമത്തെ ആയത്തായിരുന്നു. അതായത് അനന്തരാവകാശവും കരാറുകളും. മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോയ ധനത്തിന് നമ്മൾ ഓരോരുത്തർക്കും അവകാശികളെ നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വലതുകൈകൾ ആരോട് പ്രതിജ്ഞ ചെയ്തിരിക്കുന്നുവോ അവർക്ക് അവരുടെ ഓഹരി നൽകുക. തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയാണ്. ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ പശ്ചാത്തലം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാമിന്റെ ആദ്യകാലത്ത് മദീനയിൽ വെച്ച് മുഹാജിറുകളും മക്കയിൽ നിന്ന് പലായനം ചെയ്തവർക്കാണ് മുഹാജിറുകൾ എന്ന് പറയുക. അൻസാറുകളും അതായത് മദീനയിലെ സഹായികൾ തമ്മിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭ്രാതൃബന്ധം ഖുവത്ത് സ്ഥാപിച്ചിരുന്നു. ഈ ബന്ധം കാരണം രക്തബന്ധമുള്ളവർക്ക് പുറമെ ഇവർ പരസ്പരം അനന്തരാവകാശികളായിരുന്നു. ഇതോടൊപ്പം ഇസ്ലാമിന് മുമ്പ് അറബികൾക്കിടയിൽ പരസ്പരം സഹായിക്കാമെന്നും മരണപ്പെട്ടാൽ സ്വത്ത് നൽകാമെന്നും കരാറ് ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത്. മാതാപിതാക്കളും ബന്ധുക്കളും ഉപേക്ഷിച്ചു പോകുന്ന സ്വത്തിന് കൃത്യമായ അവകാശികളെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് ഈ ആയത്തിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കരാറുകളുടെ പൂർത്തീകരണം, കരാറിൽ ഏർപ്പെട്ടവർക്ക് അവരുടെ ഓഹരി നൽകാൻ അല്ലാഹു കൽപ്പിക്കുന്നു. എന്നാൽ പിന്നീട് ഇറങ്ങിയ സൂറത്തുൽ അഹ്സാബിലെ ആയത്തുകളിലൂടെ കരാർ വഴിയുള്ള അനന്തരാവകാശം ദുർബലപ്പെടുത്തുകയും അത് രക്തബന്ധമുള്ളവരിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയും ചെയ്തു. എന്നിരുന്നാലും വസിയത്തിലൂടെയോ സഹായങ്ങളിലൂടെയോ അവർക്ക് നൽകേണ്ട കടമകൾ നിർവഹിക്കാൻ ഇസ്ലാം ആവശ്യപ്പെടുന്നുണ്ട്. അടുത്തതായി സുഹൃത്തുക്കളെ 34-ാമത്തെ ആയത്താണ് കുടുംബത്തിലെ നേതൃത്വവും പരിഹാരങ്ങളും. നമുക്ക് 34-ാമത്തെ ആയത്തൊന്ന് കേട്ടുനോക്കാം. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب بما حفظ الله واللاتي تخافون نشوزهن فعظوهن واهجروهن في المضاجع واضربوهن فإن أطعنكم فلا تبغوا عليهن سبيلا إن الله كان عليا كبيرا. അപ്പോൾ എന്താണ് സുഹൃത്തുക്കളെ 34-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല വ്യക്തമാക്കുന്നത്? പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ സംരക്ഷകരും കാര്യകർത്താക്കളുമാകുന്നു. അല്ലാഹു അവരിൽ ചിലർക്ക് ചിലരേക്കാൾ ശ്രേഷ്ഠത നൽകിയതിനാലും പുരുഷന്മാർ അവരുടെ ധനത്തിൽ നിന്ന് ചെലവഴിക്കുന്നതിനാലുമാണത്. സഅദ് ബിൻ റബീഹ് എന്ന അൻസാരി പ്രമുഖനായ സ്വഹാബിയും അദ്ദേഹത്തിന്റെ ഭാര്യ ഹബീബ ബിൻത് സൈദും തമ്മിൽ ഒരു പിണക്കമുണ്ടായി. ഇതിനിടയിൽ സഅദ് ഭാര്യയെ അടിക്കുകയുണ്ടായി. ഹബീബ തന്റെ പിതാവിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ച് പരാതി നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതികാരത്തിന് അതായത് ഖിസാസ് ഉത്തരവിട്ടു. എന്നാൽ അവർ മടങ്ങുന്നതിന് മുമ്പായി കുടുംബത്തിന്റെ ഘടനയും പുരുഷന്റെ ഉത്തരവാദിത്വവും വ്യക്തമാക്കിക്കൊണ്ട് അല്ലാഹു തആല ഈ ആയത്തിറക്കുകയാണ് ചെയ്തത്. ഇതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതികാരത്തിനുള്ള വിധി പിൻവലിക്കുകയാണ് ചെയ്തത്. അതായത് ശാരീരികവും മാനസികവുമായ സവിശേഷതകൾ കൊണ്ടും കുടുംബം പുലർത്താനുള്ള സാമ്പത്തിക ബാധ്യതയുള്ളതിനാലും പുരുഷനാണ് കുടുംബത്തിന്റെ നാഥൻ. അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്ക് അള്ളാഹുവിനെ അനുസരിക്കുന്നവരും ഭർത്താക്കന്മാരുടെ അഭാവത്തിൽ അവരുടെ അഭിമാനവും സ്വത്തും സംരക്ഷിക്കുന്നവരുമാണ്. പിണക്കങ്ങൾ തീർക്കാനുള്ള ഘട്ടങ്ങളാണ് അടുത്തത്. ഭാര്യമാരിൽ നിന്ന് അനുസരണക്കേടും ധിക്കാരവും അതായത് നുശൂസ് ഉണ്ടായാൽ പരിഹരിക്കാൻ 3 ഘട്ടങ്ങൾ അള്ളാഹു നിർദ്ദേശിക്കുന്നുണ്ട്. ആദ്യമായി സ്ത്രീയെ ഗുണദോഷിക്കുക, അതായത് ഉപദേശിക്കുകയാണ് ചെയ്യേണ്ടത്. സ്നേഹത്തോടെ കാര്യങ്ങൾ
പറഞ്ഞ് മനസ്സിലാക്കുക. രണ്ടാമത് അള്ളാഹു പറയുന്നു, കിടപ്പറകളിൽ അവരെ വേർപ്പെടുത്തുക, കിടപ്പറയിൽ അവരുമായി അകലം പാലിക്കുക, അതായത് മാനസികമായ തിരുത്തൽ. മൂന്നാമതായി ശാരീരികമായി ശിക്ഷിക്കുക. ഇതുകൊണ്ടും മാറിയില്ലെങ്കിൽ പരിക്കേൽപ്പിക്കാത്ത രീതിയിൽ തഖ്ദീബ് പ്രതീകാത്മകമായി മാത്രം ശിക്ഷിക്കാം. മുഖത്തടിക്കാനോ മുറിവേൽപ്പിക്കാനോ പാടില്ല. ഭാര്യമാർ അനുസരിച്ചാൽ പിന്നെ അവർക്കെതിരെ അതിക്രമങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല എന്നാണ് അല്ലാഹു തആല വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് 35-ാമത്തെ ആയത്തൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് 35-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. وإن خفتم شقاق بينهما فابعثوا حكما من أهله وحكما من أهلها إن يريدا إصلاحا يوفق الله بينهما إن الله كان عليما خبيرا. അപ്പോൾ എന്താണ് സുഹൃത്തുക്കളെ 35-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നത്? അതായത് കുടുംബ തർക്കങ്ങളിൽ മധ്യസ്ഥത ഉണ്ടായിരിക്കണം. അവർ ഇരുവർക്കുമിടയിൽ ഭാര്യയും ഭർത്താവും പിണക്കമുണ്ടാകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്ന് ഒരു മധ്യസ്ഥനെയും ഭാര്യയുടെ കുടുംബത്തിൽ നിന്ന് ഒരു മധ്യസ്ഥനെയും നിയോഗിക്കണം. അവർ രണ്ടുപേരും ഒത്തുതീർപ്പിനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹു അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കുമെന്നാണ് അള്ളാഹു തആല തന്നെ വ്യക്തമാക്കുന്നത്. അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ കിടപ്പറയിൽ തീരുന്നില്ലെങ്കിൽ അത് പരസ്യമാക്കാതെ ഇരുഭാഗത്തെയും വിവേകശാലിയായ ബന്ധുക്കളെ മധ്യസ്ഥരാക്കാൻ ഇസ്ലാം ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഉദ്ദേശശുദ്ധി, മധ്യസ്ഥർ കപടതയില്ലാതെ ആത്മാർത്ഥമായി കുടുംബം നന്നാക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു ആ ദാമ്പത്യ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുകയും അവർക്കിടയിൽ അനുരജ്ഞം ഉണ്ടാക്കുകയും ചെയ്യും. അള്ളാഹു തആല എല്ലാം അറിയുന്നവനാണ് എന്നാണ് ഈ ആയത്തിലൂടെ വ്യക്തമാക്കുന്നത്. അടുത്തതായി സുഹൃത്തുക്കളെ 36-ാമത്തെ ആയത്ത് കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് 36-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല നമ്മോട് വ്യക്തമാക്കുന്നതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا. അപ്പോൾ എന്താണ് 36-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് വിവരിച്ചു തരുന്നത്? അതായത് സാമൂഹിക ബാധ്യതകളും സൽസ്വഭാവവുമാണ്. നിങ്ങൾ അള്ളാഹുവെ മാത്രം ആരാധിക്കുക, അവനോട് യാതൊന്നിനെയും പങ്കുചേർക്കരുത്, മാതാപിതാക്കളോട് നന്മ ചെയ്യുക, ബന്ധുക്കളോടും അനാഥകളോടും പാവങ്ങളോടും കുടുംബ ബന്ധമുള്ള അയൽക്കാരനോടും അന്യനായ അയൽക്കാരനോടും കൂടെയുള്ള കൂട്ടുകാരനോടും വഴിപോക്കനോടും നിങ്ങളുടെ വലതുകൈകൾ ഉടമപ്പെടുത്തിയവരോടും അടിമകൾ അതായത് സേവകർ അവരെ കുറിച്ചാണ് പറയുന്നത്. നന്മ മാത്രം ചെയ്യുക. അഹങ്കാരിയും ദുരഭിമാനിയുമായിട്ടുള്ളവനെ അള്ളാഹു ഇഷ്ടപ്പെടുകയേ ഇല്ല എന്നാണ് അള്ളാഹു തആലയുടെ തീർച്ചയായും നിശ്ചയിച്ചുകൊണ്ട് പറയുന്നത്. തങ്ങളുടെ സമ്പത്തിലും തറവാട്ടിലും അഹങ്കരിക്കുകയും മറ്റുള്ളവരെ നിസ്സാരമായി കാണുകയും ചെയ്തിരുന്ന ജാഹിലിയ കാലത്തുള്ള ഇസ്ലാമിന്റെ മുമ്പുള്ള കാലത്തെ അറബികളുടെ മനോഭാവത്തെ തിരുത്താനും വിശ്വാസികൾ പാലിക്കേണ്ട സാമൂഹിക മര്യാദകൾ പഠിപ്പിക്കാനുമാണ് ഈ ആയത്ത് അവതരിപ്പിച്ചത്. ഈ ആയത്ത് ഇസ്ലാമിലെ ഏറ്റവും വലിയ സാമൂഹിക തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. അതായത് ഇതിലൂടെ തൗഹീദുണ്ട്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, ശിർക്ക് ചെയ്യാതിരിക്കുക, പൂർണ്ണമായി ശിർക്ക് ഒഴിവാക്കാൻ അള്ളാഹു പറയുന്നത്. കടമകളുടെ മുൻഗണനാക്രമം, അള്ളാഹുവോടുള്ള കടമ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം മാതാപിതാക്കളോടുള്ള നന്മയാണ്. അതുപോലെ തന്നെ അയൽക്കാരോടുള്ളത്. ആയത്തിൽ 3 തരം അയൽക്കാരെ അതായത് കൂട്ടുകാരെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് കുടുംബ ബന്ധമുള്ള അയൽക്കാരൻ എന്ന അവകാശവും ബന്ധു എന്ന അവകാശവും ഉള്ളവരാണവർ. രണ്ടാമത്തത് അകന്ന അയൽക്കാരൻ, രക്തബന്ധമില്ലാത്ത സാധാരണ അയൽക്കാരെ കുറിച്ചിട്ടാണ് പറയുന്നത്. മൂന്നാമത് കൂടെയുള്ള കൂട്ടുകാരൻ, അതായത് യാത്രയിലോ ജോലിസ്ഥലത്തോ ഒപ്പമുള്ളവർ. പിന്നെ അഗതികളും അനാഥകളും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സഹായിക്കൽ നിർബന്ധമാണ് എന്നുകൂടി ഈ ആയത്തിലൂടെ നമുക്ക് വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഹങ്കാരത്തിനുള്ള മുന്നറിയിപ്പ്
അള്ളാഹു നൽകുന്നുണ്ട്. സ്വന്തം പദവിയോ സമ്പത്തിലോ അഹങ്കരിച്ച് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവരെ അള്ളാഹു താല വെറുക്കുന്നു. ഇത്രയും കാര്യമാണ് ഈ സൂറത്തിൽ അള്ളാഹു താല 36 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു താല നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്. ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്തത് 36 മുതൽ 38 വരെയുള്ള ആയത്തുകളുമായിട്ട് ഇൻഷാ അള്ളാഹ് നാളെ കാണണം. ഇത് തുടർച്ചയായി കാണാൻ വേണ്ടി ശ്രമിക്കുക സുഹൃത്തുക്കളെ. അള്ളാഹു താല എന്തായാലും നമുക്ക് ഒരു മാറ്റം തരാനുള്ള സാധ്യത ഉണ്ട്. അതായത് വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ അള്ളാഹു താല ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തീർച്ചയായും ഇത് മനസ്സിലാക്കി പെരുമാറാനും ഇതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നാം ഓരോരുത്തരും ശ്രമിക്കണമെന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വേറെ ഇതിന്റെ ബാക്കിയുമായി നമുക്ക് നാളെ കാണാം. ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക, കൂട്ടുകാരന്മാരിലേക്ക് എത്തിക്കുക. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനാണെന്നുള്ള ഓർമ്മപ്പെടുത്തലോടെ ഞാൻ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.